വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഈ 19 ദിവസത്തെ റംലാൻ വ്ലോഗ് നിങ്ങൾ മഷൂന്റെ ചാനൽ കണ്ടിട്ടുണ്ടാവും, എങ്ങനെയാണ് നമ്മൾ എല്ലാം ചെയ്തതെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ച് എന്റെ ചാനലിൽ ഇന്നൊരു റെസിപ്പി ഇടാണ്. ഒരു ജ്യൂസി ബ്രെഡ് റോൾ ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അതെ, മഷൂന്റെ ചാനലിൽ നമ്മൾ ഒരുപാട് റെസിപ്പീസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഡെയിലി. അപ്പൊ സോന് എന്ന ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ചിക്കൻ കഴുകി എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ കഴുകി എടുക്കണം. അപ്പൊ നമുക്കത് കഴുകി എടുക്കാം. ഫ്രണ്ട്സ്, ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇങ്ങനെ സ്ലോ കുക്കിൽ തന്നെയാണ് വേവിക്കാൻ പോണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലിന് എടുക്കാം. വിസിൽ വന്നുമ്പോ എടുത്താൽ അത്ര ഭയങ്കര വെന്ത് പോകില്ല. അപ്പൊ ഞാൻ സ്ലോ കുക്കിൽ തന്നെ ഇതുപോലെ തന്നെ വെക്കണത്. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഇടേണ്ട സാധനങ്ങൾ എന്തെങ്കിലും പറഞ്ഞുതരാം. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും, അധികം ഇടണില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി. പെപ്പർ കൂടിയാലും കുഴപ്പമില്ല. പെപ്പർ, സോൾട്ട്, ഇതെല്ലാം ഇട്ടിട്ട് വേവിക്കാൻ നോക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് വേവിക്കാൻ നോക്കാം. നേരത്തെ നമ്മൾ ബോയിലാക്കാൻ വെച്ച ചിക്കൻ ഞാൻ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. സോൾട്ട്, ക്യാബേജ്, അത് ചെറുതായിട്ട് ഷ്രെഡ് ചെയ്താണ് ഞാൻ. ക്യാപ്സിക്കം, തന്തൂരി മയണൈസ്, ടൊമാറ്റോ കെച്ചപ്പ്, 2 എഗ്ഗ് ബീറ്റ് ചെയ്തത് സോൾട്ട് ഇട്ടിട്ട്, ബ്രെഡ് ക്രംസ്, പിന്നെ വേണ്ടത് ബ്രെഡ്. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രെഡ് ഒന്ന് സ്റ്റീം ചെയ്യാൻ പറ്റാം, കുറച്ചുകൂടി സോഫ്റ്റ് ആവാൻ. നമുക്ക് ഇത് റോൾ ചെയ്യാനാണ്. അപ്പൊ കുറച്ച് സോഫ്റ്റ് ചെയ്യാനായിട്ട് ബ്രെഡ് വെക്കാം. അപ്പോൾ ബ്രെഡ് നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ്, ജ്യൂസി ഫില്ലിങ് റെഡിയാക്കാം. ആദ്യം ഷ്രെഡ് ചെയ്ത് വെച്ചേക്കണ ചിക്കൻ ഇടുക. അതിനുശേഷം ഈ ക്യാബേജ് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഇടേ. ക്യാപ്സിക്കം, ടൊമാറ്റോ കെച്ചപ്പ്, തന്തൂരി മയണൈസ്, ലാസ്റ്റ് കിച്ച് വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നന്നായിട്ട് ജ്യൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ മയണൈസ് ഇടാം. നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവും കുറച്ചും കൂടി ഇങ്ങനെ സ്പൈസി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ചില്ലി ഇടാം. അപ്പം ഞാൻ വിചാരിച്ച് ഇതിൽ സ്പൈസി വേണ്ട. നിങ്ങൾക്ക് സ്പൈസി വേണോ? സ്പൈസ് നല്ലതാ, സ്പൈസ് വേണം. അപ്പൊ പെപ്പർ ഇട്ടാൽ മതി. ആവശ്യക്ക് പെപ്പർ കൂടി മതിയല്ലേ? നിങ്ങൾക്ക് കുറച്ച് സോൾട്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. ഓൾറെഡി ചിക്കൻ നമ്മൾ സോൾട്ടൊക്കെ ഇട്ട് വേവിച്ചാണെങ്കിലും ഇപ്പൊ ഈ മസാല എല്ലാം കൂടി ഒന്ന് കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്യണം. പെപ്പർ വേണ്ടവര് പെപ്പർ അല്ലേ? അല്ല, പെപ്പറിന് പകരം വേറെ എന്ത് യൂസ് ചെയ്യാം? ചില്ലി ഫ്ലേക്സ് ഇടാം, അല്ലെങ്കിൽ ചില്ലി പൗഡർ ഇടാം, അല്ലെങ്കിൽ പച്ചമുളക് ഇടാം. ഞാൻ ഇപ്പൊ കുറച്ച് പെപ്പർ ഇടണം. ശരിക്കും ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ സ്പൈസിനെസ് വേണമെങ്കിൽ അത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. എന്നിട്ട് ഇതിൽ പെപ്പർ ഇട്ടാം. ഇതെല്ലാം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം. ആക്ച്വലി എനിക്ക് എരിവ് അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് സ്കിപ്പ് ചെയ്തത്. പക്ഷെ നിനക്ക് മാത്രം കഴിക്കാനുള്ളല്ലോ, ഞങ്ങൾക്ക് കഴിക്കണ്ടേ? ശരിക്കും ഇങ്ങനെ എരിവില്ലാത്തൊരു ജ്യൂസ് ടൈപ്പാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ ഈ പെപ്പർ ഇട്ട് എന്നാലും പക്ഷെ ആ എരിവ് പോരാതെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്. കുറച്ച് സ്പൈസി ആയിരിക്കണം. സ്പൈസി നല്ല എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക്
പച്ചമുളക് നന്നായിട്ട് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇടാം. അപ്പൊ ഞാൻ ഇതിൽ ചില്ലി ഫ്ലേക്സ് കൂട്ടുന്നുണ്ട്. അപ്പൊ സോനൊന്നും ഇത് കഴിക്കില്ല. കഴിക്കും, ഇത് ഞാൻ മാത്രമേ. അത് നല്ല രസമായിരുന്നു. മറ്റേ എനിക്കുള്ള ഇഷ്ട സ്റ്റൈൽ. പക്ഷെ എരിവ് വേണമല്ലോ. പക്ഷെ ഒരു ഓൾറെഡി എരിവിന്റെ പക്ഷെ സ്വന്തമായിട്ട് ഉണ്ടാക്കി സ്വന്തമാക്കി കഴിക്കരുത്, അതിനൊരു സുഖം ഉണ്ടാവില്ല. നമ്മൾ ഉണ്ടാക്കി ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കുക. അപ്പൊ എനിക്ക് കഴിക്കുമ്പോ കുറച്ച് സ്പൈസി ആയിരിക്കണം. ബ്രെഡ് അപ്പൊ സ്റ്റീം ആയിട്ടുണ്ട്. അടാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാം എടുക്കണം. എടുത്ത ശേഷം ഇത് 4 സൈഡും നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇത് ഞാൻ കാണിച്ചതാ. ബ്രെഡ് തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ 4 സൈഡും കട്ട് ചെയ്ത് കളയണം. ഇത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ബ്രെഡ് ക്രംസിനൊക്കെ എടുക്കാം. അതിന് ശേഷം ഇതൊന്ന് റോൾ ചെയ്യണം, ഒന്ന് പരത്തി എടുക്കണം. അതായത് നമ്മള് സ്റ്റീം ആക്കുന്നത് ഒന്ന് സോഫ്റ്റ് ആയാലും അതേപോലെ തന്നെ പരത്തുമ്പോഴത്തേക്കും നന്നായിട്ട് പരന്ന് വരാനുമാണ് സ്റ്റീം ആക്കണം അല്ലേ? ഇനി നമുക്ക് ഈ ഫില്ലിങ്സ് ഇതിലോട്ട് സ്പ്രെഡ് ചെയ്യാം. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ 2 സൈഡ് ഇങ്ങനെ വെക്കണം. നോക്കാൻ വേണ്ടി ഞാൻ തിരിച്ചെന്ന് വെച്ചത്. ശരി, ഇതാണ് റെഡിയായത്. ഇനി നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതോടെ സെറ്റായല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആദ്യം ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് റോൾ ചെയ്ത് വെക്കാം. അല്ലാണ്ട് ഒന്നിച്ച് നമുക്ക് ചെയ്യണമായിരിക്കില്ല ബെറ്റർ. അതെ, സിംഗിൾ ആയിട്ട് പോകുമ്പോൾ കയ്യിൽ വീണ്ടും ആവും. അപ്പൊ അതിനെക്കാട്ടി നല്ലത് ഓരോന്നോരായിട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. ഓക്കെ.
ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ റോൾ എടുത്ത് എഗ്ഗിൽ നമ്മൾ ഡിപ്പ് ചെയ്യണം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നമ്മൾ ഇതുപോലെ എടുക്കണം. ഇട്ട് റോൾ ചെയ്ത് എടുത്ത് ആവശ്യത്തിന് ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ട ശേഷം അങ്ങനെ എല്ലാ പീസും നമുക്ക് ഇതുപോലെ സെറ്റാക്കി എടുക്കാം. യെസ്, അങ്ങനെ ഫുൾ നമ്മൾ റോള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ ഞാൻ ഓയിൽ ഹീറ്റ് ആവാനും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഓയിൽ ഓവറായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഞാൻ ഓയിൽ കുറച്ചിട്ടിട്ടുള്ളൂ. പിന്നെ ഓയിൽ ഒട്ടും വേണ്ടാത്തവരുണ്ടെങ്കിൽ എയർ ഫ്രയർ അല്ലെങ്കിൽ തവ ഒന്ന് തിരിച്ചു മറിച്ച് തവ ഫ്രൈ ആക്കാനും പറ്റുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ, അധികം ഒഴിച്ചിട്ടില്ല. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. യെസ് ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളി ജ്യൂസി ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പൊ ഇത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് മഷൂന്റെ വ്ലോഗിൽ നിങ്ങൾക്ക് കാണാം. അതെ, ടേസ്റ്റ് ചെയ്ത് നോക്കാനും പറ്റില്ല. അതന്നെ, മഷൂന്റെ വ്ലോഗിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ കാണുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവര് ബൈ ബൈ.